ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ ബിനാമി ആണ് എന്നുള്ള മട്ടിലാണ് ഈ കേസിൻ്റെ പോക്ക്. കാരണം ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രം കർണാടകയിലെ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ അവിടെ ശാന്തി പണി ഒക്കെ എടുത്തിരുന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ലേ. അവിടുത്തെ ശാന്തിയുടെ സഹായിയുമായിട്ടും ഒക്കെ. അവിടെ വേറൊരു ക്ഷേത്രവും അതിൻ്റെ കമ്മിറ്റിയും അയ്യപ്പ ക്ഷേത്രവും കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിൽ ശ്രീരാംപുര അല്ലാതെ ജലഹള്ളി ഈ പലരും ഓർക്കാത്തതാണ്. പക്ഷെ ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നതുകൊണ്ടാണ്. ഈ പത്മകുമാർ അന്ന് പറഞ്ഞു ജലഹള്ളി ക്ഷേത്രത്തിലൊക്കെ പോയി അന്വേഷിച്ചു നോക്കണം, അവിടെ ശാന്തിയായിരുന്നില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞു. അന്നേ ഞാനൊരു ചർച്ചയിൽ പറഞ്ഞു പത്മകുമാറിനെ തെറ്റിയതാണ്, ജലഹള്ളിയിലല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ശാന്തിക്കാരനായിരുന്നത്, ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ജലഹള്ളിയിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്, ശരിയാണ്. അതിൻ്റെ പ്രസിഡന്റ് വിജയനും ഒക്കെ ഉണ്ട്. അവർ വ്യക്തതയും ആ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നിട്ട് അവിടെയും ഇതുപോലത്തെയൊക്കെ തന്നെ വാതില് ഒക്കെ ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്പോൺസറാകാം വാഗ്ദാനമൊക്കെ ചെയ്തിരുന്നു. ശബരിമല പോലെ തന്നെ അവിടെയും കൊണ്ടുപോയി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ വാതിലില്ലേ ശ്രീകോവിലിൻ്റെ, ഇത് പൂജയ്ക്ക് കൊണ്ടുപോകാം എന്നൊക്കെ അവിടെയും വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ കയറി പറ്റാനുള്ള ശ്രമങ്ങളുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അവർക്കും വലിയ തൃപ്തിയും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. എന്തുകൊണ്ടാണ് ഈ മറ്റേ ക്ഷേത്രത്തിൽ ശ്രീരാംപുര ക്ഷേത്രത്തിൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും കണ്ഠര് രാജീവര് തന്നെയാണ്. അപ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ നിന്ന് കണ്ടെടുത്ത് ശബരിമലയിലേക്ക് അല്ലേ 2014 കാലത്ത്, അതാണ് ഈ കണ്ഠര് മോഹനരെ ഒക്കെ ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഈ ബന്ധത്തിനെ പറ്റിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സ്ഥലത്തും പ്രവേശനം ഇല്ലേ, ഇളക്കുന്ന സമയത്തുമൊക്കെ വാതിൽപ്പാളികളുമൊക്കെ ആ സമയത്ത് ഇളക്കരുത് എന്ന് പറഞ്ഞ സമയത്താണ് അവിടെ ഇളക്കുന്നതും ഒക്കെ. പൂജയൊക്കെ കഴിഞ്ഞ ശേഷം രാത്രിയൊക്കെ അല്ല ഇളക്കുന്നത്, പൂജ നടക്കുന്ന സമയത്തൊക്കെ ഇളക്കിയിട്ടുണ്ടത്. ആവശ്യമില്ലാത്ത ആളുകളൊക്കെ ശ്രീകോവിലിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.